പൊട്ടലും ചീറ്റലുകൾക്കുമിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ഒരു സുഖമാണല്ലേ. ആ സുഖത്തിൽ ആറാടുന്ന BJPക്ക് ഇതാ തീക്കനൽ പോലെ ഒരു മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ് DK ശിവകുമാർ. ഉപമുഖ്യമന്ത്രിയായി തുടരുന്നതിൽ DKക്ക് അതൃപ്തിയുണ്ടെന്ന വാദമുണ്ടെന്നിരിക്കവെയാണ് ഒരു പുതിയ വിവാദം കുത്തിപ്പൊക്കിയത്. DKക്ക് മുഖ്യമന്ത്രി കസേര കൊടുക്കൂ എന്ന് സിദ്ധരാമയ്യയോട് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവ് ആവശ്യപ്പെട്ടത് മുതൽ DK കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതാണോ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന ചോദ്യം കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു. അപ്പോഴാണ് കരുത്തുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് DK വീണ്ടും സജീവമായത്. അതിനിടയിൽ പൊടുന്നനെ കേട്ടൊരു വാർത്ത, DK BJPയിലേക്കെന്ന. പല കണക്കുകൂട്ടലും പിഴച്ചു എന്ന അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴാണ് DK അത് പറഞ്ഞത്. ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ഇനി ജീവിക്കാൻ പോകുന്നതും കോൺഗ്രസുകാരനായിട്ട്, അതിനി ആര് പറഞ്ഞാലും മാറാൻ പോകുന്നില്ലെന്ന്. DKയുടെ ഈ മറുപടി കോൺഗ്രസിന് കുളിർമഴയും BJPക്ക് കനൽ മഴയും സമ്മാനിച്ചു. ഞാനൊരു കോൺഗ്രസുകാരനായി ജനിച്ചു, ഞാൻ അതിനെ വിലമതിക്കുന്നു. ഞാൻ BJPയുമായി കൂടുതൽ അടുക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇത് തനിക്കെതിരെയുള്ള വ്യാജ ഗൂഢാലോചനയാണ്. ഇതാണ് സദാശിവനഗറിലെ തന്റെ വസതിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ DK മറുപടി നൽകിയത്. അങ്ങനെ DK ആ തീക്കനൽ ഊതിക്കെടുത്തിക്കൊണ്ട് BJPയുടെ തലക്കിട്ടടിച്ചിരിക്കുകയാണ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ശിവകുമാർ കുടുംബത്തോടൊപ്പം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് ഒരു മാറ്റത്തിന് സാധ്യതയുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു. കോൺഗ്രസിനുള്ളിലെ ചിലർ ഇതിനെ ഒരു തന്ത്രപരമായ നീക്കമായി കണ്ടിരുന്നു. അതേസമയം BJP അനുയായികൾ ഒരു രാഷ്ട്രീയ പുനഃസംഘടനയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തി. ഈ അവകാശവാദങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. എന്റെ മഹാകുംഭ സന്ദർശനം എന്റെ വിശ്വാസമാണ്. ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. അത്തരം ഊഹാപോഹങ്ങൾക്ക് എന്റെ അടുത്തുപോലും വരുന്നില്ല. BJPയുടെ ആരോപണങ്ങൾ ഞാൻ ഗൗരവമായി കണക്കാക്കുന്നില്ല എന്നും കർണാടക കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന അധികാര തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. ശിവകുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അഭിലാഷങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ ശബ്ദമുയർത്തിയിരുന്നു. അതേസമയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേതൃത്വ പാഠവും നിലനിർത്തി. സിദ്ധരാമയ്യ അടുത്തിടെ തെരഞ്ഞെടുത്ത ദളിത് പട്ടികവർഗ ക്യാബിനറ്റ് സഹപ്രവർത്തകർക്കായിട്ട് ഒരു അത്താഴി വിരുന്ന് സംഘടിപ്പിച്ചതോടെ ഈ ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചു. ഇതൊരു റൊട്ടേഷൻ മുഖ്യമന്ത്രി ഫോർമുലയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയായിരുന്നു. അതേസമയം നേതൃത്വമാറ്റം സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ തുടരുകയാണെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ദളിത് മുഖ്യമന്ത്രി വേണമെന്ന് ആവശ്യപ്പെട്ട SC/ST മന്ത്രിമാരുടെയും നിയമസഭാ അംഗങ്ങളുടെയും അടുത്തിടെ നടന്ന യോഗം ഡൽഹിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ശിവകുമാർ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് മാറ്റിവെച്ചു. താൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട. ഇത് ഞാനും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള കാര്യമാണ്. എന്തായാലും BJPയിലേക്ക് DK വലിക്കാമെന്ന് മനക്കോട്ട കെട്ടിയത് അവസാനം വെറുതെ ആയിരിക്കുകയാണ് എന്നതാണ് കാര്യം.